വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. LICയുടെ 2 ടേം പ്ലാനുകൾ പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. യുവ ക്രെഡിറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലകത്തേക്ക് പോവാം. ഇതിൻ്റെ പ്ലാൻ നമ്പർ വരുന്നത് 877 ആണ്. ഇറ്റ്സ് എ നോൺ പാർ നോൺ ലിങ്ക്ഡ് ലൈഫ് ഇൻഡിവിജ്വൽ പ്യൂർ റിസ്ക് പ്ലാൻ ആണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് LICയുടെ പ്രോഫിറ്റിൽ ഷെയർ ചെയ്യാത്തതും നോൺ ലിങ്ക്ഡ് ഷെയർ മാർക്കറ്റായിട്ട് ബന്ധമില്ലാത്തതും ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്യുവർ റിസ്ക് പ്ലാൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു യുണീക്ക് പ്രൊഡക്റ്റ് ആണ്. അതായത് ഇതിന്റെ കവറേജ് ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണ്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഒരു ലോണുകൾ എടുക്കുമ്പോൾ, വലിയ ലോണുകളൊക്കെ എടുക്കുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേം ഇൻഷുറൻസ് കൂടെ മിങ്കിൾ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഈ യുവ ക്രെഡിറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ പ്രീമിയം റേറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹൈ അട്രാക്റ്റീവ് ആയിട്ടുള്ള സം അഷ്വേർഡ് റിബേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ട് 37% വരെ നമുക്ക് സം അഷ്വേർഡ് 5 കോടിക്ക് മുകളിൽ എടുക്കുവാണെങ്കിൽ, 5 കോടി അതിന് മുകളിലാണെങ്കിൽ 37% വരെ നമുക്ക് ഹൈ സം അഷ്വേർഡ് റിബേറ്റ് ഈ ഒരു പ്ലാനിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്മോക്കേഴ്സിനും നോൺ സ്മോക്കേഴ്സിനും നമുക്ക് ഡിഫറൻഷ്യൽ റേറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രീമിയം പേയ്മെന്റ് ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്ന ആബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് ടു ബി പെയ്ഡ് ഓൺ ഡെത്ത്, നമുക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്നുള്ളത് 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന് നമ്മുടെ ബേസിക് സം അഷ്വേർഡ്, രണ്ടാമത്തെ നമ്മൾ എടുക്കുന്ന പോളിസി ടേം, മൂന്നാമത്തെ നമ്മുടെ ലോൺ റീപേയ്മെന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിനെ 3നെ ആശ്രയിച്ചാണ് നമുക്ക് കിട്ടുന്ന ആബ്സല്യൂട്ട് എമൗണ്ട്, ഡെത്ത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റീപേയ്മെന്റ് സ്കെഡ്യൂളിനനുസരിച്ചല്ല നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ലോൺ റീപേയ്മെന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചാണ് നമുക്കിവിടെ ആബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെത്ത് ബെനിഫിറ്റ് ചിലപ്പോൾ നമുക്ക് ആക്ച്വൽ ഔട്ട്സ്റ്റാൻഡിങ് ലോണിന്റെ കൂടുതൽ കുറവായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഇതിനകത്തുണ്ട്. ഇനി ഇതിന്റെ ബേസിക് പാരാമീറ്റേഴ്സ് ആണ് 18 മുതൽ 45 വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ മിനിമം മെച്യൂരിറ്റി ഏജ് 23 മാക്സിമം 75 ആണ്. നമുക്ക് പോളിസി ടേം സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 5 വർഷം മുതൽ 30 വർഷം വരെയാണ് പോളിസി ടേം നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഇതിന്റെ മിനിമം ബേസിക് സം അഷ്വേർഡ് 50 ലക്ഷമാണ്. പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായിട്ട് 20 ലക്ഷം മുതലും നമുക്കിത് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാക്സിമം ബേസിക് സം അഷ്വേർഡ് എന്നുള്ളത് 5 കോടി രൂപയാണ്. പിന്നെ ഇതിന്റെ മിനിമം പ്രീമിയം ക്രൈറ്റീരിയ പറയുന്നത് ലിമിറ്റഡ് പ്രീമിയം, സിംഗിൾ പ്രീമിയം ആയിട്ട് നമുക്ക് ഇത് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതിൽ സിംഗിൾ പ്രീമിയം ആണെങ്കിൽ 13,000 രൂപയാണ് നമുക്ക് മിനിമം ഇവിടെ വേണ്ടത്. ലിമിറ്റഡ് പ്രീമിയം ആണെങ്കിൽ 3,000 രൂപയാണ് നമുക്കിവിടെ വേണ്ടത്. അതിനകത്ത് 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2,400 മതി. അതുപോലെ തന്നെ 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ സിംഗിൾ പ്രീമിയത്തിനകത്ത് 840 മതി. അങ്ങനെയുള്ള ചെറിയൊരു വ്യത്യാസം ഇവിടെയുണ്ട്. പിന്നെ പ്രീമിയം പേയ്മെന്റിനകത്ത് നമുക്ക് സിംഗിൾ പ്രീമിയം ആയിട്ടും റെഗുലർ പ്രീമിയം ആയിട്ടും നമുക്ക് ഇത് അടയ്ക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ സിംഗിൾ ആണെങ്കിൽ ഒറ്റ തവണ സിംഗിൾ പ്രീമിയം വരുന്നുള്ളൂ. മറ്റേതിനകത്ത് ഹാഫ് ഇയർലി മാത്രമാണ് നമുക്ക് പേയ്മെന്റ് മോഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി പോളിസി ടേം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് സിംഗിൾ പ്രീമിയം ആയിട്ടാണ് എടുക്കണമെങ്കിൽ 5 മുതൽ 30 വർഷം വരെ നമുക്ക് ടേം സെലക്ട് ചെയ്യാം. ഇനി 5 ഇയർ പ്രീമിയം ടേം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 10 മുതൽ 30 വർഷം വരെയാണ് കിട്ടുക. 10 വർഷം നമ്മൾ പ്രീമിയം ടേം എടുക്കുമ്പോൾ 15 മുതൽ 30 വയസ്സ് വരെ നമുക്ക് എടുക്കാം. 15 വർഷം നമ്മൾ ടേം എടുക്കുമ്പോൾ, പ്രീമിയം പേയ്മെന്റ് ടേം എടുക്കുമ്പോൾ നമുക്ക് 25 മുതൽ 30 വർഷം വരെ പോളിസി ടേം ടോട്ടലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ 20 ലക്ഷം മുതൽ 35 ലക്ഷം വരെ 1 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് കൂടുതൽ സം അഷ്വേർഡ് എടുക്കാനായിട്ട് പറ്റുക. 50 മുതൽ 75 വരെ 1 ലക്ഷം വെച്ച് തന്നെയാണ്. 75 ലക്ഷം മുതൽ 1.5 കോടി വരെ 25 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. 1.5 കോടി മുതൽ 4 കോടി വരെ 50 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും, 4 കോടിക്ക് മുകളിലാണെങ്കിൽ 1 കോടിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ സം അഷ്വേർഡ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ഡെത്ത് ബെനിഫിറ്റിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ പ്രീമിയം ആണെങ്കിൽ അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് ടു ബി പെയ്ഡ്, അത് അബ്സല്യൂട്ട് എമൗണ്ട് എത്രയാണോ അത് നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമുക്ക് ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് ഓപ്ഷനകത്ത് നമ്മൾ ടോട്ടൽ അടച്ചിട്ടുള്ള പ്രീമിയത്തിന്റെ 105% അല്ലെങ്കിൽ അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് അതിലേതാണോ വലുത് വരണേ അതായിരിക്കും കിട്ടുക. അപ്പോൾ സിംഗിളിലാണെങ്കിൽ ഏതാണോ നമ്മുടെ അബ്സല്യൂട്ട് ആയിട്ട് വരുന്ന സം അഷ്വേർഡ് അത് കിട്ടും. മറ്റേതിലാണെങ്കിൽ അബ്സല്യൂട്ട് എമൗണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ അടച്ച പ്രീമിയത്തിന്റെ 105% ഏതാണോ വലുത് അതാണ് ഇവിടെ കിട്ടുക. അതർ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്കത് സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സറണ്ടർ വാല്യൂ എന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല.
അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് സറണ്ടർ ചെയ്യാം, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പയർഡ് റിസ്ക് പ്രീമിയം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നമുക്കിവിടെ തിരിച്ചു കിട്ടുള്ളൂ. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു പ്രീമിയം ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. മറ്റു പോളിസികളുടെ പോലെയല്ല. ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിൽ, അതായത് അൺഎക്സ്പയർഡ് റിസ്ക് പ്രീമിയം കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 ഇയർ ടേം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 2 വർഷമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് പേയ്മെന്റ് അടച്ചിട്ടുണ്ടാവണമെങ്കിൽ മാത്രമാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൺഎക്സ്പയർഡ് റിസ്ക് പ്രീമിയം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഇനി 10 ഇയർ മുതൽ 15 ഇയർ വരെ നമ്മൾ ടേം സെലക്ട് ചെയ്തിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോകണമെങ്കിൽ മിനിമം 3 വർഷമെങ്കിലും നമ്മളിത് പ്രീമിയം അടച്ചിട്ട് വേണം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ അൺഎക്സ്പയർഡ് റിസ്ക് പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ലോൺ ഫെസിലിറ്റി ഒന്നും അവൈലബിൾ അല്ല. ഗ്രേസ് പീരീഡ് നമുക്ക് 30 ദിവസം തന്നെ നമുക്ക് കിട്ടും. നമുക്ക് റെഗുലർ പ്രീമിയത്തിനകത്ത് നമുക്ക് 30 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ അടച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് റിവൈവൽ നമുക്ക് ഫസ്റ്റ് അൺപെയ്ഡ് പ്രീമിയം തുടങ്ങിയിട്ട് 5 വർഷത്തിനുള്ളിൽ നമുക്കത് പുതുക്കിയെടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. മുടങ്ങിയ ഡേറ്റ് മുതൽ 5 വർഷത്തിനുള്ളിൽ നമുക്ക് പോളിസി പുതുക്കിയെടുക്കാനായിട്ടും സാധിക്കും. പിന്നെ റിബേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ലെഫ്റ്റിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് ഓപ്ഷനകത്തും റൈറ്റ് സൈഡിൽ സിംഗിൾ പ്രീമിയത്തിന്റെ ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. അത് 30 വയസ്സ് വരെ ഒരു സ്ലാബും 31 മുതൽ 45 വയസ്സ് വരെ അടുത്ത സ്ലാബുമാണ്. അപ്പോൾ ഇവിടെ 20 ലക്ഷം മുതൽ 1 കോടി വരെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് ഇല്ല. 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് 17% നമുക്ക് ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് കിട്ടുന്നത്. 2 കോടി മുതൽ 5 ആണെങ്കിൽ 27%, 5 കോടി അതിന് മുകളിലാണെങ്കിൽ 37, മാക്സിമം നമുക്കിവിടെ 37 കിട്ടുക. അത് 30 വയസ്സ് വരെയുള്ളവരുടെയാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ സിംഗിൾ പ്രീമിയത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ 41 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ലാബും അതിന്റെ റേറ്റ്സും ഈ ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രീമിയം റേറ്റ്സ് എത്ര വരണേ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇവിടെ ബേസിക് സം അഷ്യൂർഡ് എടുത്തിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് 8% ഇവിടെ എടുത്തിരിക്കുന്നത്. 25 വയസ്സുള്ള നോൺ സ്മോക്കർ ആയിട്ടുള്ള ഒരു മെയിലിനെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ അത് ഏജ് 20, 30, 40 ലെഫ്റ്റിൽ കാണാം. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് വരുന്ന പ്രീമിയം റേറ്റ് എന്നുള്ളത് 40,900 രൂപയാണ്. ഇനി 5 വർഷത്തെ ടേമിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ പോളിസി ടേം എടുത്തിരിക്കുന്നത് 25 വർഷമാണ് കേട്ടോ. ആനുവൽ പ്രീമിയം വരുന്നത് 5 വർഷത്തെ പേയ്മെന്റ് ടൈമിനകത്താണെങ്കിൽ 10,100, 10 വർഷത്തെ പ്രീമിയം ടൈമിനകത്ത് 6,100, 15 വർഷത്തെ പ്രീമിയം ടൈമിനകത്ത് 4,850 വളരെ നിസ്സാരമായിട്ടുള്ള പ്രീമിയമാണ് നമുക്ക് ആനുവലി വരുന്നുള്ളൂ. ഇനി അത് 30 വയസ്സിന്റെയും 40 വയസ്സിന്റെയും താഴേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പ്രീമിയം വരും എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇത് കൊടുത്തിരിക്കുന്നത് ഒരു സാമ്പിൾ റിസ്ക് കവർ കൊടുത്തിരിക്കുകയാണ്. പോളിസി ടൈം 25 വർഷം തന്നെയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 8% വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് എത്ര എമൗണ്ട് തിരിച്ചു കിട്ടുന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. സെക്കൻഡ് ഇയർ തൊട്ട് അത് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ 25ാമത്തെ വർഷം എത്തുമ്പോൾ 86.74 ആയിട്ടാണ് കുറയുന്നത്. 1000 അത് 86.74 ആയിട്ട് കുറയും. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ കവറേജ് കുറഞ്ഞാണ് ഈ ഒരു പോളിസിയുടെ അകത്ത് വരുന്നത്. പിന്നെ ഈ ഒരു സ്ലൈഡിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് എടുക്കുന്ന 1 കോടി രൂപയുടെ ഒരു പോളിസിയാണ്. 25 വയസ്സുള്ള ഒരു വ്യക്തിയുടെയാണ് ഇതിവിടെ എടുത്തിരിക്കുക. അപ്പം 5 വർഷത്തെ ടേമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 25,660 രൂപ വെച്ചിട്ട് ആ വ്യക്തി അടയ്ക്കുന്നു. ആ വ്യക്തിയുടെ കവറേജ് ഫസ്റ്റ് ഇയർ 1 കോടിയാണ്. പിന്നീട് അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് പിന്നെ 99 ലക്ഷത്തി ചില്ലറയുടെ അത് കുറഞ്ഞു, പിന്നെ 98, 97, 96, 95 അങ്ങനെ അത് കുറഞ്ഞു വരികയാണ്. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കവറേജ് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഏറ്റവും റൈറ്റ് സൈഡ് സറണ്ടർ വാല്യൂ എന്നുകൊണ്ട് കാണാം. അപ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്കിവിടെ തിരിച്ചു കിട്ടുള്ളൂ. അതും കുറഞ്ഞു വരുന്നതായിട്ട്, അങ്ങനെ ഇയർ കൂടുന്നതിനനുസരിച്ച് അത് സറണ്ടർ വാല്യൂ നമ്മുടെ കുറഞ്ഞു ഒരു ആദ്യം കുറച്ച് കൂടി വന്ന് പിന്നീട് അത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാനിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് ഒരേ കവറേജ് അല്ല, ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ കവറേജ് കുറഞ്ഞു വരികയാണ്. കാരണം നമ്മുടെ ലോൺ പേയ്മെന്റ് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അതുവരെയുള്ള ലോൺ നമ്മൾ അടച്ചു പോയിട്ടുണ്ടാവും. ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയിരിക്കും നമുക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ ലോണൊക്കെ എടുക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിന് ബദലായിട്ടൊരു ഇതുപോലെയുള്ള ചെറിയൊരു ടേം ഇൻഷുറൻസ് പ്ലാനുകളിലൂടെ എത്രത്തോളം ലോൺ എമൗണ്ട് നമുക്ക് അടയ്ക്കാനുള്ള ആനുപാതികമായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് പ്ലാനും കൂടെ നിങ്ങൾ അതിന് പാരലായിട്ട് എടുത്തിടുക. അൺഫോർച്ചുനേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പോലും ആ ലോൺ റീപേയ്മെന്റ് നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ പോവും. അത്
നമ്മുടെ ഫാമിലിക്ക് ഒരു ബാധ്യതയാവാതെ അത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ് വന്നിരിക്കുന്നത്. ഇനി ഈ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടോ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനൊരു പ്ലാൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല LIC വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.